അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഓണപ്പരിപാടിക്കാട്ടോ. ഐസമോളെ അംഗനവാടിയിൽ ഇന്ന് ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പട്ടുപാവാടി ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ സാധാ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓണപ്പരിപാടിക്ക് പോണ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. സമയം കുറേ വൈകിട്ടോ 10:30 ആകുമ്പോഴത്തേനും അവിടെ എത്താൻ പറഞ്ഞിരിക്കണം. 10:38 ഇപ്പോൾ ഞങ്ങൾ പോണത്. ഇപ്പോൾ പോണതെന്നൊക്കെ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വായൻ്റെ ഇല മാമുന്നാന് പോവാണ് കേട്ടോ. ഞാൻ വായൻ്റെ ഇലയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ശർക്കര ഉപ്പേരിയും വറുത്താക്കിയ പറഞ്ഞിരുന്നത്. അപ്പോൾ വേറൊരു കുട്ടീൻ്റെ ഉമ്മക്ക് എന്നെ കൊണ്ടുവരണം ഞാൻ പറഞ്ഞപ്പം എന്നാൽ പിന്നെ കൊണ്ടുവന്നോട്ടെ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഉപ്പേരികളൊക്കെ എല്ലാവരും ഏറ്റണം കേട്ടോ. പിന്നെ മറ്റേ കാളന് അങ്ങനത്തെ ഒക്കെ ഉള്ളത് അതുണ്ടാക്കാൻ പിന്നെ എനിക്കറിയില്ല. അപ്പം ഞാൻ വായൻ്റെ ഇലയും കൊണ്ടാട്ടോ പോകുന്നത്. നടക്ക് കളി തെറിച്ചാണ്, ചപ്പിളി തെറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിച്ച് പോവാം. മുന്നൊക്കെ നോക്കിക്കോ, ചളി പോയി ഇപ്പം ചളി കുളിച്ച് പോകേണ്ടി വരും. പിന്നെ ഒക്കെ ചളി വല്ലാട്ടോ. അവിടെ ആകെ ചളി ഇറച്ചു. പോണ വൈക്കുണ്ട് കേട്ടോ. ഓളെ ഫ്രണ്ട് ഇങ്ങനെ ഒരുങ്ങിക്കണം. അപ്പം പിന്നെ പറഞ്ഞു ഓള് വരാതെ ഇനി പോകൂല. എന്നിട്ട് അവിടെ നിന്ന് കേട്ടോ. പിന്നെ ഓള് വന്നാരെ ആയിട്ടായിരുന്നു പോകുന്നത്. ഓളിപ്പോൾ അങ്ങനെ അധികം ഒപ്പം പോലൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊപ്പാവും. അങ്ങനെ അതടത്തി ഓളമ്മച്ചി ഓളും കൂടി ഇതാ പൂവൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ പൂക്കളം ഇടുകയാണ് കേട്ടോ. അപ്പം ഞാനത് നോക്കിക്കാണ്. ഐസമോള് കണ്ടില്ലേ, ഞാൻ ഒപ്പം ഉണ്ടായാൽ പിന്നെ എങ്ങനെയാണ്, പിന്നെ അനങ്ങൂല, എങ്ങോട്ട് പോകൂല, ഇന്നൊട്ടി അങ്ങനെ നിൽക്കും കേട്ടോ. ആഗസ്റ്റ് 15-ൻ്റെ അന്നും ഇതുപോലെ ഇനി പോണ പരിപാടിക്കും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ വേറൊരു താത്തയും ഒരു അമ്പാടി പറഞ്ഞ ഓൻ്റെ അമ്മയും കൂടി കേട്ടോ പൂക്കളം ഇട്ടിനിയത്. പിന്നെ ഞാൻ ഇതാക്കണ ജീവിതത്തിൽ ആദ്യമായിട്ട് പൂവിടാൻ പോവാണ് കേട്ടോ. ഞാനും കൂടി കൊടുത്ത് ആ താത്ത പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എന്നോടാണ് നിങ്ങളൊന്ന് ഇടീന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിച്ചുമ്പോൾ ഇങ്ങനെ ഓരോ ടീം ആക്കുകയാണല്ലോ ചെയ്യുക, 4 ആൾ 5 ആൾ അങ്ങനെ. പിന്നെ ഓല് പോയിക്കാണ്ടാണ് ഇടുക, നമ്മളൊന്നും പോകില്ല. നമ്മൾ ലാസ്റ്റ് പൂക്കളം ഇട്ടത് കാണാനല്ലേ പോകുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇതുവരെ ഇട്ടിട്ടേ ഇല്ല, ഞാൻ ജീവിതത്തിൽ തന്നെ ഇട്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഇത് ഇടാൻ പോവാണ്. അപ്പോൾ ചിത്രം വരച്ചതൊന്നും അത്ര ഇതായില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങനെ ഒരു കമ്മട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പൂക്കൾ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാക്കണ് അവിടെ ഉമ്മമാർ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ടീച്ചർമാരും ഉമ്മമാരും ഇട്ടും അങ്ങനെ ഏറെക്കുറെ ആയി. ഫൈനൽ കഴിഞ്ഞ് അപ്പോൾ ഉള്ളിലേക്ക് കയറി വെക്കുമ്പോൾ അതാ കുറച്ച് ഉമ്മമാരും ടീച്ചറും കൂടി ബിസ്ക്കറ്റൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ അതാ പായസവും റെഡി ആയതുകൊണ്ട് കേട്ടോ. ലാസ്റ്റ് പാലൊക്കെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ പൂവിൻ്റെ ഫൈനൽ ലുക്ക്. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞയിലും ഞങ്ങൾ കുറച്ച് ഇതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തു, പച്ച ഇതിട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇതെല്ലാം വിറ്റിട്ട് ഐസമോള് തീക്കൊന്നും നിൽക്കണില്ല. ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് നിർത്തി. പക്ഷെ നിർത്തിയിട്ട് ഇതെന്താ ചെയ്യേണ്ടത്, എന്താ കാട്ടേണ്ടതെന്നൊന്നും അറിയണില്ല കേട്ടോ. മക്കളൊക്കെ അങ്ങനെ ചാടുകയെന്നല്ലാതെ ബിസ്ക്കറ്റ് കടിക്കണില്ല. ചിലവ് ഇത് കൈകൊണ്ട് പിടിച്ചാണ്ട് കടിച്ചിട്ടുണ്ട്. ഐസമോള് പിന്നെ വേഗം അവിടെ നിന്ന് എൻ്റെ അടുത്ത് കേട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഏതൊക്കെയോ മക്കൾ പിന്നെ ശരിക്കും കടിച്ചിട്ടോ. ഇത് അറിയൂലല്ലോ, ഇവലതെല്ലാം രസം കേട്ടോ. ഇവലത് കാണാൻ ഇവൾക്ക് എന്താ കാട്ടണ്ടേ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ മിഠായി പൊറുക്കലിന് ഐസമോള് പോയിട്ടോ, കാരണം മുട്ടായി ഇട്ടുമല്ലോ. അങ്ങനെ പോയി, പക്ഷേ മുട്ടായി കിട്ടിയില്ല. ഈ ഉമ്മമാരയിലൊക്കെ പാത്രം നന്നൊക്കെയിരുന്നു കേട്ടോ. ഓരോ മുട്ടായി പൊറുക്കിയിട്ട് ഉമ്മാരെ പാത്രത്തിൽ കൊണ്ടുപോയി ഇടാനാണ് പറഞ്ഞത്. പക്ഷെ ഓക്ക് മുട്ടായി ഇട്ടില്ല. എന്നിട്ടോള് നിലവിളിച്ചൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മക്കളല്ലേ. പിന്നെ കസാല കളിക്കൊന്നും കൂടില്ല കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് മാറിയതേ ഇല്ല. എൻ്റെ അടുത്ത് അങ്ങനെ നിന്നോളെ ഫ്രണ്ട് ഉണ്ട്, നമ്മളെ അയൽവാസി കേട്ടോ, ഓള് ഇഷുട്ടി എന്ന് പറയും. ഓളൊക്കെ കൂടിയിരിക്കണേ. ഓള് കൂടിയ സാധാരണ ഓള് കൂടുതലുണ്ട്. നമ്മളില്ലാത്തന്ന് ഇവലിങ്ങനെ നഴ്സറിയിൽ കസാല കളിയും പരിപാടിയൊക്കെ നടത്തുമല്ലോ, അപ്പോഴൊക്കെ ഇവള് കൂടും. ഇതിപ്പോൾ ഇന്നെ കണ്ടിട്ടാ തോന്നുന്നുണ്ട് തീരെ കൂടണോ അനങ്ങണമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും മക്കളെ പരിപാടി കാണാൻ കേട്ടോ. കസാല കളിയല്ലേ, ഇവർക്ക് എന്താ കാട്ടേണ്ടതെന്നൊന്നും അറിയില്ല. ടീച്ചർമാർ ആദ്യം സോങ് ഇട്ടൊക്കെ, എന്നിട്ട് സോങ് ഓഫ് ആകുമ്പോൾ പെരുക്കാൻ. അപ്പോൾ ഇവർക്ക് അറിയില്ല. ടീച്ചർമാർ സാധാരണ സ്റ്റോപ്പ് പറയലാണ് കാരണം. പിന്നെ അങ്ങനെ തന്നെ ആക്കിയിട്ടോ, സോങ് ഒഴിവാക്കിയിട്ട്. പിന്നെ ലാസ്റ്റ് ഫൈനൽ 2 മക്കൾ മാത്രമായിട്ടോ. എന്നിട്ട് മറ്റോളാണ് ശരിക്ക് ജയിച്ചത്. എന്നിട്ട് ഓളെ കസാല മാറ്റി കൊടുത്ത് മറ്റോൾ ഇരുന്നിട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഉച്ചയായി. അപ്പോൾ ഇവർക്ക് നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കണതാണല്ലോ. അപ്പോൾ പറഞ്ഞേക്കാണ്ട് ടീച്ചർ മക്കൾക്ക് 12:30 ആകുമ്പോഴത്തേനും ഭക്ഷണം കൊടുക്കുമല്ലോ. അപ്പോൾ പറഞ്ഞേക്കാണ്ട് ടീച്ചർ വേഗം മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ ഇട്ട് മക്കളൊക്കെ ഇരുത്തി. എന്നിട്ട് ഐസമോൾ ഇതാ ഓളെടുത്ത് ഇന്നെങ്ങനെ നിർത്തിയേക്കാട്ടെ. ഞാൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഉമ്മമാർ ഓരോരുത്തർ കൂടിയാണ്ട് ഉപ്പേരികളും കൂട്ടാനും ഇതൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഇടാനും ഇതിനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുത്താടെ നിന്ന്, കാരണം ഐസമോൾ ഓളെടുത്തുനിന്ന് മാറാനേ സമ്മതിക്കണില്ല. അവിടെ തന്നെ നിൽക്കണം എന്നതിൽ ഒളിച്ചേട്ടോ. അങ്ങനെ ഓരോ ഉപ്പേരിയും കൂട്ടാനൊക്കെ ഓരോ ഉമ്മമാരും
അമ്മമാരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഐസമോൾ ഇത് പിന്നെ കറിയൊന്നും പറഞ്ഞില്ല കേട്ടോ, ചോർക്കൊക്കെ കറി വേണ്ടാന്നും പറഞ്ഞിട്ട് സാമ്പാർ ഇനി പപ്പടും കൂട്ടിയിട്ടാട്ടോ ഓള് തിന്നണത്. ഒക്കെ കറി വേണ്ടാന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പേരികളൊന്നും ഓള് തിന്നില്ല കേട്ടോ, അതിൽ പുളിഞ്ചി മാത്രം ഓക്ക് പറ്റിയത്. ഓല് പിന്നെ ചെറിയ കുട്ടികൾ പിന്നെ അങ്ങനെ ഉപ്പേരിയൊന്നും കൂട്ടൂലല്ലോ, ചോറനെ തിന്നാൻ മടിയേനി. പിന്നെ ഞാൻ വാരി കൊടുത്തേക്കാട്ടെ എന്നെ കണ്ടിട്ട് ടീച്ചർ അറിയണ്ട, അല്ലെങ്കിൽ ഓളൊറ്റക്കനല്ലേ വാരി തിന്നൽ എന്നെ കണ്ടിട്ട്. പിന്നെ ലാസ്റ്റ് പൂവ് കേടുന്നതിൻ്റെ മുന്നേ മക്കളെയൊക്കെ പൂവിൻ്റെ അടുത്ത് ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനും വെളി എന്നെ പിടിച്ച് നിൽക്കാൻ. അങ്ങനെ ഏകദേശം എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പം മക്കളത് കഴിഞ്ഞിട്ടോ, ഭക്ഷണം കഴിച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ ഉമ്മമാർക്ക് സുന്ദരിക്ക് പൊട്ടു തൊടലും അതേപോലെ കസാല കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് സുന്ദരിക്ക് പൊട്ടു തൊടുന്നതാണ് കേട്ടോ. കസാല കളി വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നല്ല രസമുണ്ടായിട്ടോ സംഭവം. നമ്മൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ ടച്ച് അങ്ങോട്ട് വിട്ടില്ല. പക്ഷേ ഇപ്പം മക്കളെ പരിപാടിക്ക് പോയിക്കാണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യണത് കേട്ടോ. ഞാൻ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, അന്ന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നല്ല രസമായിരുന്നില്ല നമ്മളിങ്ങനത്തെ ഓരോ പരിപാടിക്ക് കൂടി. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഓലെ ടീച്ചർ ഒരു പാട്ടൊക്കെ പാടി, ഓണത്തിൻ്റെ ഒരു പാട്ടൊക്കെ പാടിട്ടോ. പിന്നെ ഇസമോൾ അപ്പോത്തിന് റെഡിയായി. കുറേ നേരമായില്ലേ, വൈകുന്നേരമൊക്കെ ആയില്ലേ, അപ്പോത്തിന് റെഡിയായി. പിന്നെ ഇവർക്കൊക്കെ സമ്മാനം ഉണ്ടായിനി. അപ്പോൾ അത് കിട്ടും കരുതി ഇങ്ങനെ നോക്കിക്കാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് സെക്കൻഡ് കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് ബാക്കി കുട്ടികൾ നിലവിളിച്ചപ്പോൾ ഇപ്രാവശ്യം എല്ലാ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ സമ്മാനം. അങ്ങനെ ആക്കി. അങ്ങനെ പിന്നെ സമ്മാനം കിട്ടിയപ്പോൾ പിന്നെ പെരേക്ക് അങ്ങോട്ട് പോന്നാൽ മതിട്ടോ. ഞാനും തന്നെ അത് കിട്ടിയെങ്കിൽ പെരേക്ക് പോകാനെന്ന് കരുതിക്കാം. 3 മണി 3:30 ആയിട്ട് അപ്പം തന്നെ സമയം. ഞങ്ങൾ രാവിലെ പോയതല്ലേ, 3:30 ആയി അപ്പോഴത്തേനും സമയം. പിന്നെ അത് സമ്മാനമായിട്ട് കിട്ടിയപ്പോൾ വേഗം ഒരു ഓട്ടേന് കേട്ടോ, പെരേക്കുള്ള പോക്കാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.